ഒടുവിൽ ഗാഡ്ഗിൽ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേട്ടു. പശ്ചിമഘട്ട മലനിരകൾ തുരന്ന് എല്ലിൻകൂട് മാത്രമായി ശേഷിക്കെ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ ഗാഡ്ഗിലിൻ്റെ വാക്കുകളെ നാടിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. പാറ, മണൽ, മണ്ണ് മാഫിയകളുടെ പണം കൊണ്ട് കൊഴുക്കുന്നവരും പണത്തിനു വേണ്ടി മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നവരും അടക്കം പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന നിലപാടുകളാണ് വയനാട്ടിൽ വീണ രാജ്യത്തിൻ്റെ കണ്ണീരിനി തുടക്കേണ്ടത്. വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായ മഹാദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കാൻ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ 131 വില്ലേജുകൾ ഉൾപ്പെടെ 56,825.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഖനനം, ക്വാറികളുടെ പ്രവർത്തനം, മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി പശ്ചിമഘട്ടത്തിലെ 56,825.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മോദി സർക്കാർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുകയാണ്. കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെപ്പറ്റിയും ഗഹനമായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതെല്ലാം അച്ചട്ടായിരിക്കുകയാണ്. ആ മനുഷ്യൻ നാടിനും മനുഷ്യരുടെ രക്ഷയ്ക്കായും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പുച്ഛത്തോടെ കണ്ടവരൊക്കെ വയനാട്ടിൽ നടന്ന ദുരന്ത യാഥാർത്ഥ്യത്തിൻ്റെ ആഘാതത്തിലാണ്. പണമോഹികളുടെ അത്യാർത്തിയാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും മനുഷ്യന്റെ കണ്ണീർ പുഴയൊഴുക്കിയത്, കുട്ടികളെ കൂട്ടത്തോടെ അനാഥരാക്കിയത്, നഷ്ടങ്ങൾ മാത്രം നൽകി നിരവധി പേരെ ഒറ്റപ്പെടുത്തിയത്, കുടുംബത്തിൽ ഒരാളെ പോലും ബാക്കി വെക്കാത്ത വിധം വീടും വീട്ടുകാരെയും അടക്കം ഉരുൾ കൊണ്ടുപോയത്. ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏതാണ്ട് 25 കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത്. 2018, 19, 2021 വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയങ്ങൾ ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ശിക്ഷയായി കേരളത്തിന് ലഭിച്ചതെന്നാണ് യാഥാർത്ഥ്യം. മാധവ് ഗാഡ്ഗിൽ 10 വർഷം മുൻപേ സൂചന നൽകിയ ദുരന്തങ്ങളാണ് പിന്നീട് കേരളം കണ്ടത്. പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത ദുരന്തമുണ്ടാകുമെന്ന് മാധവ് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ മാറിയെത്തിയ സർക്കാരുകൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് അട്ടിമറിക്കുകയായിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും ക്വാറി ഖനനവും നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണമെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന LDFും ഭരണം നടത്തിയിരുന്ന UDFും ഒന്നിച്ചെതിർക്കുകയാണ് ഉണ്ടായത്. അവരെല്ലാം ഇന്ന് സ്വാതന്ത്ര്യവുമായി വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി പുനരധിവാസ പ്രക്രിയയിൽ മുഴുകിയിരിക്കുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഇടുക്കി MP ആയിരുന്ന PT തോമസിനെ ഒറ്റപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തിയതും തുടങ്ങി ഗാഡ്ഗിൽ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ ഉയർന്ന വിവാദങ്ങൾ ചില്ലറയായിരുന്നില്ല. ഒടുവിലിത് ഗാഡ്ഗിൽ പറഞ്ഞതാണ് ശരിയെന്ന് നാട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കി അതുവഴി മണ്ണിനെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയാണ്. നന്ദി.